ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാറ്റാബേസ് എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ നോർമലൈസേഷനുമാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ. നോർമലൈസേഷൻ എന്നാന്ന് വെച്ചാൽ ഇൻ എ നട്ട്ഷെൽ വി ക്യാൻ സേ ലൈക്ക് നമ്മൾ ഫൈൻഡിങ് തിങ്സ് ഫ്രോം എ മെസ്സി റൂം ഇറ്റ് ഈസ് നോട്ട് അൻ ഈസി ടാസ്ക് അല്ലേ. സോ ഇൻ ഓർഡർ ഫോർ സെർച്ചിങ് ആൻഡ് ഓൾ it will be very helpful if I am normalizing the database. So today we are moving on to the structured query language, like the language with which we are communicating with the database. Okay, so structured query language, three words are there. Language, something that we use for communication. Query means it is a question. Then structured, it is already structured. Okay, so actually this language, it is a language which is used by databases for accessing data from the database. And this SQL, it was invented by IBM in almost 1979 and all. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെന്താന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ലാബ് ഉണ്ടോ ഈ സബ്ജക്റ്റിന്? ലാബൊക്കെ ചെയ്യുന്നതാണോ? അപ്പം ലാബ് എക്സാം കൂടെ ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ഇതിൽ വേണം നിങ്ങൾ നോക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. So these are the contents for this module. What is SQL? Data definition language, manipulation, control, then the various database objects, then nested queries or table handling. Okay. തിയറി ആയിട്ട് ഞാൻ അങ്ങനെ വായിക്കുന്നൊന്നുമില്ല. ഓക്കെ, നോക്കിക്കോണം കേട്ടോ. So directly I'm moving on to data definition language. Okay, so before that let me check whether I can share my PPT. നോർമലൈസേഷൻ ഒക്കെ ചെയ്ത് നോക്കിയോ? അതോ ചുമ്മാ കേട്ടു അങ്ങ് അടച്ചു വെക്കുമായിരുന്നോ ചെയ്തേ? Okay, from the term itself we know അല്ലേ എന്താണ് എന്താ ആദ്യത്തെ കമാൻഡ് അല്ലേ? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡാറ്റ നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് പഠിക്കുന്നത് അല്ലേ. ഇപ്പൊ ഡാറ്റാബേസ് നമ്മൾ പഠിക്കുമ്പോൾ അത് ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലെ. നമ്മൾ ഇത്രയും ദിവസം ഡാറ്റ എന്താണെന്നാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാറ്റാനെ നമ്മളൊന്ന്
ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പം ആദ്യമേ എനിക്ക് ഇന്ന പോലെ ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഇന്ന ഡാറ്റയാണ് ഞാൻ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ലാംഗ്വേജുകളുണ്ട്, അല്ലെങ്കിൽ കമാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്, ഓക്കെ, അതിന് വാല്യൂസ് ഉണ്ട്. അതിലുള്ള ഡാറ്റയെ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, കാണാമല്ലേ? ഓക്കെ, so SQL, it is a query language as we discussed. Stands for, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. അത് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനും ഡാറ്റ മോഡിഫൈ ചെയ്യാനും ഒക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഡിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ. അതായത് അതിനകത്ത് ഈ നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡേറ്റ് ആണ് അതിനകത്ത് പറ്റുക, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ, maximum length ഇത്രയാണ്, അങ്ങനെയൊക്കെ. I can define the structure of the data, modify the data, we can specify constraints in the database. So all these things can be done. Okay, ഈ query language യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല. So originally it was called as SQL in the 1970s. IBM ആണ് അത് ഡെവലപ്പ് ചെയ്തത്. Then അത് കഴിഞ്ഞിട്ട് 86-ല് അവര് SQL 86 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തു. അത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് SQL 2016 ആണ്. So SQL language, it has got several parts like data definition language, data manipulation language, then data control language, അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. പിന്നെ എംബഡഡ് SQL ഉണ്ട്, അതുപോലെ തന്നെ വ്യൂ ഡെഫിനിഷൻ, ഓതറൈസേഷൻ, അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് DDL. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്ലൈഡ് നോക്കാം കേട്ടോ.
കാരണം ടെക്സ്റ്റ് തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത്തിരി കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഉറങ്ങുമായിരിക്കും അല്ലേ. അപ്പോ DDL എന്ന് പറഞ്ഞാല് it provides commands for defining the relation schema. What is schema? The structure of the database. അപ്പം നമ്മുടെ സ്കീമ അല്ലെങ്കിൽ നമ്മുടെ ടേബിള് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉള്ള കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് DDL. ഓക്കെ, അപ്പം ഡിഫൈൻ ചെയ്യാം, I can delete the relation, I can modify the relation, the schemas, it can be redefined. So all the commands for these purposes will be provided by the DDL. So these are the commands that are used for all these things like create, alter, drop, rename, truncate. ഇതെല്ലാം വേരിയസ് കമാൻഡ്സ് ആണ്. നിങ്ങളിൽ ലാപ്പ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും SQL ഉണ്ടോ? അതില് ഐ മീൻ SQL സെർവറോ ഓറക്കിളോ അല്ലെങ്കിൽ PHP MySQL ഒക്കെ ഇല്ലേ, അതിലേതെങ്കിലും ഉണ്ടോ, കയ്യിലുണ്ടോ? ഇൻസ്റ്റോൾഡ് ആണ്. നിങ്ങൾ മൊബൈലിലാണോ അറ്റൻഡ് ചെയ്യുന്നത്? ആണ്. അപ്പം ഞാനൊന്ന് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് ഇടയ്ക്കൊന്ന് ശ്രമിച്ചതാണ്. ഞാനൊന്ന് നോക്കട്ടെ ഇതിനിടയ്ക്ക് ഇൻസ്റ്റോളേഷൻ കംപ്ലീറ്റ് ചെയ്യാവോ എന്ന്. അങ്ങനെയാണെങ്കിൽ ലൈവായിട്ട് കാണിച്ചു പോവാറാ പതിവ്. ഉറപ്പില്ല, ഐ ട്രൈ. ഓക്കെ, അപ്പം ഇതെല്ലാമാണ് കമാൻഡ്സ്: ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, റീനെയിം, ട്രങ്കേറ്റ്. DML എന്ന് പറയുമ്പം അതിനകത്ത് സെലക്ട്, ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്, ഇത്രയാണ് നമ്മുടെ എന്താ പറയാ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതായത് ഡാറ്റ നമ്മൾ ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് അതിനകത്തേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം, അതിനകത്ത് നിന്ന് എനിക്ക് ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യണം, ഇനി അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വാല്യൂസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. സോ ഓൾ ദീസ് തിങ്സ്, അപ്പൊ അതിനുള്ള ലാംഗ്വേജ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ എബിലിറ്റി ടു ക്വറി ഇൻഫർമേഷൻ from the database and to insert tuples into, delete tuples from and modify tuples in the database. ഇത് 4 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇന്റഗ്രിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കൺസ്ട്രെയിൻസ്, അതായത് ഇപ്പം എന്താ റോൾ നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ ഏജ് ഇത്ര ഒരു ഏജിൽ കുറയാൻ പാടില്ല, അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഇപ്പം 100 ആണ് മാക്സിമം മാർക്ക് എങ്കിൽ അതിലെനിക്ക് 101 ഒരു മാർക്ക് ഇടാൻ പാടില്ല. സോ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അതുപോലെ തന്നെ വ്യൂ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാം ട്രാൻസാക്ഷനുകളുടെ. ഇപ്പൊ ട്രാൻസാക്ഷന് നമുക്ക് കമാൻഡ്സ് ഒക്കെ ഉണ്ട്. കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എംബഡഡ് SQL, അതായത് നമുക്ക് ഇടയ്ക്ക് C++ന്റെയും Cയുടെയും ഒക്കെ കോഡ് വേണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് എംബഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഓക്കെ, ഇതാണോ? എന്ത് പറ്റി? ഓക്കെ ഓക്കെ. റോൾ, ഞാൻ ഇത് കമാൻഡ് അതിന്റെ സിന്റാക്സ് സഹിതം പറയാവേ. ഓരോന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്, കണ്ടോ? ഇത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് വരുന്നുണ്ട്, കണ്ടോ? ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് ഓൾ ടുഗദർ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് DDL എന്ന് പറയുമ്പോൾ ഇത്ര എണ്ണാണുള്ളത്, DML എന്ന് പറയുമ്പോൾ ഇത്ര എണ്ണാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ കമാൻഡ്സ് അല്ലെ ട്രാൻസാക്ഷൻ കൺട്രോൾ കമാൻഡ്സ് ആണ് കമ്മിറ്റ്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാന്നുള്ളതാണ്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ അൺഡു ചെയ്യാനായിട്ടുള്ളതാണ്. സേവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഉള്ളതിനെ എനിക്ക് റീസ്റ്റോർ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ എനിക്ക് ഇവർക്ക് പ്രിവിലേജസ് ഒക്കെ കൊടുക്കാനും അത് ക്യാൻസൽ ചെയ്യാനും ഒക്കെയാണ് നമുക്ക് ഗ്രാൻഡും റിവോക്കും. ഓക്കെ, നമുക്കിനി 1 by 1 ഇത് ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, SQL ഡാറ്റ ഡെഫിനിഷൻ, ദാറ്റ് ഈസ് DDL.
So set of relations in a database must be specified to the system by means of DDL. It allows specification of not only a set of relations, but also information about each relation. Okay. അപ്പൊ നമുക്ക് DDL-നകത്ത് റിലേഷന്റെ ഒരു എന്താ കളക്ഷൻ മാത്രമല്ല, അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, എത്ര ഫീൽഡുകളുണ്ട്, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അതെല്ലാമാണ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇതെല്ലാം നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യും. അപ്പം അതിനകത്ത് വരാവുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ താഴെ 6 ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്കീമ. സ്കീമ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ആണ്. ആദ്യം റോൾ നമ്പർ, ദെൻ നെയിം, ദെൻ മാർക്ക്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്താലേ ഉള്ളൂ. ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഇൻസേർഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആട്രിബ്യൂട്ട്. ദെൻ അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, set of indices to be maintained for each relation, the security and authorization information for each relation, physical storage structure of each relation on disk. Okay, ഇതെല്ലാം വേരിയസ് എന്താ പറയാ ഇൻഫർമേഷൻ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ആണ്. ഓക്കെ, സോറി. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡാറ്റ ടൈപ്സ് എന്താന്ന് വേണം. അതായത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പം സി ഒക്കെ നിങ്ങൾ ചെയ്തതായിരിക്കും അല്ലെ. സി ഒക്കെ ചെയ്തപ്പം ഇൻഡ് സി അല്ലെങ്കിൽ ക്യാർ എസ് അല്ലെങ്കിൽ ഫ്ലോട്ട് പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡാറ്റ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വേരിയബിള് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കണം. എങ്കിലേ എനിക്ക് അതിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നമ്മൾ SQL-ന്റെ വി ആർ ഹാവിങ് മെനി നമ്പർ ഓഫ് ഡാറ്റ ടൈപ്സ് ലൈക്ക് ക്യാരക്ടർ, വാർക്യാർ, ഇന്റ്, സ്മോൾ ഇന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡാറ്റ ടൈപ്സ് ഉണ്ട്. നമുക്ക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്യാറും വാർക്യാറും. ആ ടേമിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഒന്ന് വാർക്യാർ, വാർ എന്ന് വെച്ചാൽ വേരിയബിൾ എന്നാണ്. ഓക്കെ, അപ്പം അതിന്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാല് ഞാനിപ്പം ക്യാർ ഓഫ് 10 എന്നാ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം 10 സ്പേസസ് അല്ലെങ്കിൽ 10 ക്യാരക്ടേഴ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വാർക്യാർ ഓഫ് 10 എന്ന് കൊടുത്താലും 10 ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ only 3 will be, അതായത് ഇപ്പൊ ഞാൻ അനു എന്നാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ക്യാർ ഓഫ് 10 ആ കൊടുക്കുന്നതെങ്കിൽ 3 മെമ്മറി സ്പേസസേ അത് ടേക്ക് ചെയ്യത്തുള്ളൂ. ദ റെസ്റ്റ് ഓഫ് ദ 7 സ്പേസസ് അത് അലോട്ട് ചെയ്യപ്പെടത്തില്ല. മനസ്സിലായോ? അതേസമയം ഞാൻ വാർക്യാർ ആണ് എടുക്കുന്നതെങ്കിൽ ഈ സോറി ഞാൻ തിരിച്ചാ പറഞ്ഞത്. അതായത് ക്യാർ ആണെങ്കിൽ 10 എടുക്കും. അതായത് ആ 10 ക്യാരക്ടറിനുള്ള ഫിക്സഡ് സ്പേസ് ആണ് അലോക്കേഷൻ നടക്കുന്നത്. ഞാൻ ഈവൻ ദോ ഇഫ് ഐ എം സ്റ്റോറിങ് ഓൺലി 3 ക്യാരക്ടേഴ്സ്, ദ റിമൈനിങ് സ്പേസ് വിൽ ബി വേസ്റ്റഡ് ആക്ച്വലി. അതേസമയം ഇഫ് ഐ എം ഡിഫൈനിങ് യൂസിങ് വാർക്യാർ, the thing will be, that is a memory allocation, it will be varying. Either depending, either at the time of storing only 3, the remaining spaces will not be considered in the memory. Clear ആണോ? മെമ്മറി അലോക്കേഷന്റെ കേസിൽ മാത്രം നമുക്ക് വ്യത്യാസമുണ്ട്, വാർക്യാർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ രണ്ടും ചെയ്യുന്ന കാര്യം ഒന്നാണ്, ക്യാരക്ടർ ആണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഈ മെമ്മറി വേസ്റ്റേജ് കൂടുതലായിരിക്കും ക്യാർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ന് മാത്രം. ഇനി ഇൻഡിജർ ഉണ്ട്, സ്മോൾ ഇന്റ് ഉണ്ട്. ഓക്കെ, അതായത് ചെറിയ നമ്പേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് സ്മോൾ ഇന്റ് യൂസ് ചെയ്യാം. അതേസമയം ഇത് കുറച്ചും കൂടെ വലുത്, അതായത് അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്റ്, ഡബിള്, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സിയിലൊക്കെ അതിന്റെ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, സോ നമുക്ക് ന്യൂമറിക് എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സിയിലൊന്നും പഠിച്ചിട്ടില്ലാത്തത് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് P, D എന്ന് കണ്ടു. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ്
പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5,2 എന്നിട്ടാല് 5 ഡിജിറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ഡെസിമൽ പോയിന്റ്സും സ്റ്റോർ ചെയ്യാന്നാണ് എന്റെ മീനിങ്. ഓക്കെ, അപ്പം എനിക്ക് എന്താ ആകെ എനിക്ക് 5 ഡിജിറ്റ് സ്റ്റോർ ചെയ്യാം. അതിന്റെ കൂടെ 2 ഡെസിമൽ പോയിന്റ്സ്, ഔട്ട് ഓഫ് വിച്ച് 2 വിൽ ബി ഡെസിമൽ. ഓക്കെ, താഴെ അതിന്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ന്യൂമറിക് ഓഫ് 3,1 allows 45.5 to be stored exactly, but neither 444.5 or 0.32 can be stored exactly in a field of this type. Okay, 3-ല് ഒരെണ്ണം എന്താന്നാ പറഞ്ഞേ? ആകെ 3 ഡിജിറ്റ് ആണുള്ളത്. അതിൽ ഒരെണ്ണം എന്താണ്? ഡെസിമൽ പോയിന്റ് ആണ്. 44.5 എനിക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേസമയം 445.5 എനിക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആകെ 3 ഡിജിറ്റ് ആണ്. അതിൽ ഒന്നേ എനിക്ക് ഡെസിമൽ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഏത് ഇതാണോ ന്യൂമറിക് കീ? ന്യൂമറിക് കീ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് 3 ഡിജിറ്റ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതില് ഒരു ഡിജിറ്റ് ഡെസിമൽ ആയിരിക്കും. ഇപ്പം 44.5 എനിക്ക് സ്റ്റോർ ചെയ്യാം. ആകെ 3 ഡിജിറ്റ് അല്ലേ എവിടെയുള്ളേ? ഒരെണ്ണം ഡെസിമലും ആണ്. എനിക്ക് 85.2 അതിനകത്ത് സ്റ്റോർ ചെയ്യാം. അതേസമയം എനിക്ക് 100.9 അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആകെ 3 ഡിജിറ്റ്. അപ്പൊ 100 എന്ന് പറയുന്നത് 3 ഡിജിറ്റ് ആയി അവിടെ. പിന്നെ എനിക്ക് 0.1 ഡിജിറ്റും കൂടെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കേട്ടില്ല. ഓക്കെ ഓക്കെ, ഇതിന്റെ കേസിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എനിക്കിപ്പോ ഞാൻ 5,2 ആണെങ്കിൽ എനിക്ക് 3 ഡിജിറ്റ് നമ്പർ എനിക്ക് സ്റ്റോർ ചെയ്യാം. അതിന്റെ കൂടെ 2 ഡെസിമൽ ഡിജിറ്റ്സും പറ്റും. 5.2 ആണെങ്കിൽ 2 ഡിജിറ്റ് അല്ലായല്ലോ. 5,2 ആണെങ്കിൽ 3 ഡിജിറ്റ് ഡെസിമലിന് മുമ്പും 2 ഡിജിറ്റ് ഡെസിമൽ കഴിഞ്ഞിട്ടും. അപ്പൊ എനിക്ക് 999 വരെ സ്റ്റോർ ചെയ്യാം. എന്തിനാ മെൻഷൻ ചെയ്യുന്നത്? ഏതാ 5 വേണ്ട. എനിക്കിപ്പോ 6,2 എന്നാന്ന് വെച്ചോ. 6 ആണെങ്കിൽ എനിക്ക് 4 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിന് മുമ്പും 2 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിന് ശേഷവും കൊടുക്കാം. 6 ആണ്, 6,2 ആണെങ്കിൽ 4 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിന് മുമ്പും 2 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിന് ശേഷവും. ഒന്ന് ലാപ്പിലെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നെറ്റിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി. ഇത് എങ്ങനെയാ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്നേ. കേട്ടോ? നമുക്ക് അടുത്തത് ഇതാണ്, ക്രിയേറ്റ് കമാൻഡ് ആണ്. ക്രിയേറ്റ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് DDL കമാൻഡ്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ക്രിയേറ്റ്. അപ്പം ക്രിയേറ്റ്, ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ആണ്. ടേബിൾ ക്രിയേറ്റ്, അതാണ് എൻ്റെ എന്താ കമാൻഡിന്റെ പേര്. ഞാൻ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ടേബിളിന് ഒരു നെയിം, ഇപ്പൊ സ്റ്റുഡന്റ് എന്നാകാം, ഡിപ്പാർട്ട്മെന്റ് എന്നാകാം, കോളേജ് എന്നാകാം, എന്ത് വേണേലും അവിടെ കൊടുക്കാം. ടേബിളിന് ഒരു നെയിം കൊടുക്കാം. ദെൻ വി ഹാവ് കോളം നെയിം, ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്, അടുത്ത കോളം അതിന്റെ ഡാറ്റ ടൈപ്പ്, അങ്ങനെ എക്സെട്ര. അടുത്ത ലാസ്റ്റ് കോളം അതിന്റെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, സോ ടേബിൾ ക്രിയേഷന്റെ കമാൻഡ് ആണ് ഇത്. അപ്പം ഹിയർ an example is given, create table department. So we are creating a table here. Table name is department.
ഫസ്റ്റ് ഫീൽഡ് ഓർ ഫസ്റ്റ് കോളം ഇസ് ഡിപ്പാർട്ട്മെന്റ് നെയിം. അതിന്റെ ഡാറ്റ ടൈപ്പ് വാർക്യാർ ആണ്. അതിന്റെ സൈസ് ആണ് 20. ഡിപ്പാർട്ട്മെന്റ് നെയിം, വേരിയബിൾ ക്യാരക്ടർ, അതിന്റെ സൈസ് ഇസ് 20. ദെൻ നെക്സ്റ്റ് ഫീൽഡ് ആണ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വാർക്യാർ ആണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 15 ആണ്. നെക്സ്റ്റ് ബജറ്റ് ആണ്. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ന്യൂമറിക് ആണ്. ഇവിടെ അഗെയിൻ ദ സെയിം തിങ്, അതായത് 12,2. അതിന്റെ മീനിങ് എന്താ? 10 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിന് മുമ്പും 2 ഡിജിറ്റ് ഡെസിമൽ പോയിന്റിന് ശേഷവും. അത്രയും വലിയ സംഖ്യ വരെ നമുക്ക് ബജറ്റിനകത്ത് സ്റ്റോർ ചെയ്യാം എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഇതിനകത്ത് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഏതാ? ഡിപ്പാർട്ട്മെന്റ് നെയിം. ഓക്കെ, പ്രൈമറി കീ ഇസ് എ ഡിപ്പാർട്ട്മെന്റ് നെയിം. ക്ലിയർ ആണ് ഇത്രയും? ഹലോ, പോയോ? എന്തോ ഈ ക്രിയേറ്റ് ഡാറ്റ ടേബിൾ എന്നുള്ളതല്ല, ടേബിൾ നെയിം ഫസ്റ്റ് കൊടുത്തു ഏറ്റവും ടോപ്പിലുള്ളത്. പിന്നെ കോളം, ഓരോ കോളത്തിൽ കൊടുക്കേണ്ട ഡാറ്റ അല്ലേ? കോളം നെയിം 1 എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊടുത്തു. അതെ അതെ. രണ്ടാമത്തെ കോളത്തിൽ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് റോ ഒക്കെ മെൻഷൻ ചെയ്യേണ്ടതില്ലേ? റോ നമ്മള് ഇൻസേർട്ട് കമാൻഡ് വെച്ചിട്ടാ. റോ എന്ന് ഉദ്ദേശിക്കുന്ന അതിനകത്തെ വാല്യൂസ് ആണല്ലോ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുക. റൺ ചെയ്ത് കാണിക്കാൻ നോക്കാം. ഇന്ന് ഇപ്പൊ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞില്ലെങ്കിൽ, കാരണം ഞാൻ നേരത്തെ ചെയ്തിടാൻ മറന്നുപോയായിരുന്നേ. അപ്പം അതാ ഞാൻ നിങ്ങളുടെ ആരുടെയും സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അതേലും ചെയ്താലും മതിയല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ ലാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ഈ 12.2 എന്ന് പറയാൻ നേരം 10 ഡെസിമൽ പോയിന്റിന് മുമ്പും 2 ഡെസിമൽ പോയിന്റിന് ശേഷവും അല്ലേ? ഇപ്പൊ എന്നായിരുന്നു ചോദിച്ചത്? ഒന്നുകൂടെ പറഞ്ഞേ. ഈ നോർമലിക്ക് 12,2 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ലേ? അപ്പൊ ഈ 2 12 കുറയ്ക്കണോ? 10 ഡെസിമൽ പോയിന്റിന് മുമ്പും 10 ഡെസിമൽ പോയിന്റിന് മുമ്പും ഡെസിമൽ പോയിന്റിന് ശേഷം 2. ഇനി അവിടെ 3 ഇടാം. 3 എന്നോ 1 എന്നോ ഒക്കെ ഇടാം. അപ്പം 12,3 എന്നിട്ട് കഴിഞ്ഞാൽ 9 ഡെസിമൽ പോയിന്റിന് മുമ്പും 3 ഡെസിമൽ പോയിന്റിന് ശേഷം അങ്ങനെയാണോ? 3. അതെ അതെ. ഇൻസ്റ്റലേഷൻ നടക്കട്ടെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? അതായത് ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ, ടേബിളിന്റെ നെയിം, ഡിപ്പാർട്ട്മെന്റ് നെയിം, ദെൻ ബിൽഡിങ്, ബഡ്ജറ്റ്, ഇത്രയും ഫീൽഡുകളാണ് നമുക്കുള്ളത്. നെക്സ്റ്റ്, ക്രിയേറ്റ് ടേബിളിൽ തന്നെ വേറെ 2 ഫോംസ് ആണ്. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേബിളിൽ നിന്ന് എനിക്ക് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ ആസ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. ക്രിയേറ്റ് ടേബിൾ ആസ്, അവിടെ നമ്മൾ ന്യൂ ടേബിൾ ഏതാന്നുള്ളത് കൊടുക്കുകയും വേണം. ക്രിയേറ്റ് ടേബിൾ, ന്യൂ ടേബിൾ ആസ് സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഓൾഡ് ടേബിൾ. പഴയ ടേബിളിൽ നിന്ന് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് വേറൊരു ടേബിൾ, ഇവിടെ പുതിയ ന്യൂ ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ ടേബിളിന്റെ നെയിമാണ്. So if there were records in the old table, then the new table will also contain the record selected by the select statement. എനിക്ക് വേണേ കണ്ടീഷൻസ് കൊടുക്കാം. ആ കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് വേണേലും അത് വർക്ക് ചെയ്യും.
ഇനി ഇവിടെ നമ്മൾ എന്താ ക്രിയേറ്റ് ടേബിൾ temp1 ആസ് സെലക്ട് നെയിം ഫ്രം test1 എന്നാണ്. അപ്പം test1 എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് നെയിം എന്ന് പറയുന്ന ഫീൽഡ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ്. temp1 എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഇനി അതുപോലെ തന്നെ പല ടേബിളുകളിൽ നിന്ന് എനിക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ, ന്യൂ ടേബിൾ ആസ് select table1 dot column1, table2 dot column1 from all table1 comma all table2 etc up to all table n. അപ്പം എക്സാമ്പിൾ ആണ് ക്രിയേറ്റ് ടേബിൾ temp3 എന്നാണ് എൻ്റെ പുതിയതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന്റെ പേര്. ആസ് test1 dot name, test2 dot salary from test1. അപ്പൊ test1 എന്നൊരു ടേബിൾ ഉണ്ട്, കോമ test2 എന്ന് പറയുന്ന അനദർ ടേബിൾ ഉണ്ട്, വേർ test1 dot name is equal to test2 dot name. അപ്പം രണ്ടിടത്തും കോമൺ ആയിട്ട് എന്ത് വേണം? നെയിം എന്ന് പറയുന്ന ഫീൽഡ് വേണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം ഈ കാര്യം ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് എന്ന് പറയുന്ന ടേം ക്ലിയർ ആണോ? അതായത് നമുക്ക് ടേബിള് പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടേബിളിൽ വെച്ചിട്ട് ഐ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ടേബിൾ. ഐ ക്യാൻ select some columns only and then I can create a new table. I can select multiple columns or I can select some columns from multiple tables based on some condition and I can create a new table. Okay, അത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് alter table. Alter table, table name, ഞാനിത് വർക്കാവും നോക്കട്ടെ. ഞാനിപ്പം സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ കാണുന്നത്. നിങ്ങൾ സാമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സാമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അയ്യോ അതെവിടെ പോയി? ക്ലോസ് ആയോ?
ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നു, സോറി. ഓക്കെ, അത് ഇതിലാണ് ഓപ്പൺ ആയത്, അതുകൊണ്ടാണ്. കാണാമോ? ഇപ്പൊ സ്ക്രീൻ കാണാമല്ലേ? സോ ഞാൻ PHP MyAdmin ആണ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഇവിടെ നമുക്ക് ന്യൂ എന്നുള്ള കമാൻഡ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ അകത്ത് എനിക്ക് ഇവിടെ ക്രിയേറ്റ് ഡാറ്റാബേസിന്റെ നെയിം ഇവിടെ കൊടുത്തിട്ട് ക്രിയേറ്റ് എന്നുള്ള കമാൻഡ് ഇവിടെ കൊടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് SQL എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ടൈപ്പ് ദ കമാൻഡ് ചെയ്യോ. ഞാനിവിടെ കൊടുക്കുവാണ് ക്രിയേറ്റ് ടേബിൾ. ടൈപ്പ് ചെയ്യുന്ന കാണാമല്ലേ? ഹലോ ഹലോ. എനിക്ക് ഒരനക്കം ഇല്ലാതിരുന്നു കഴിഞ്ഞാലേ നമുക്ക് ഭയങ്കര മടുപ്പാട്ടോ. ബാക്കി ആരും സംസാരമൊന്നും ഇല്ലല്ലോ. ക്രിയേറ്റ് ടേബിൾ, ഞാനിപ്പം സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. സ്റ്റുഡന്റ് ആണ് എൻ്റെ ടേബിളിലെ നെയിം. ഞാൻ റോൾ നമ്പർ ഞാനത് ഇൻറ്റെന്ന് കൊടുത്തേക്കാം. ഇതിനകത്ത് എടുക്കുന്നില്ല. എന്താ എറർ കാണിക്കുന്നേ? നോക്കട്ടെ. നമ്പർ ഞാനിപ്പം ചുമ്മാ 3 കൊടുക്കുവാണ്. കോമ സ്റ്റുഡന്റ് നെയിം വാർക്യാർ ഞാനിപ്പോ 15 കൊടുക്കുന്നത്. പക്ഷെ വാർക്യാർ എടുത്തു കണ്ടോ? വാർക്യാർ എടുത്തു. ഈ നമ്പർ എന്നുള്ളതാണ് എടുക്കാത്തത്. എന്താ ഇൻറ്റീജർ എടുക്കുമോ? ഇൻറ്റീജർ എടുത്തു. ഓക്കെ, ഇൻറ്റീജർ 3. ദെൻ ഇത് നമ്മൾ ചെയ്തിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഗോ എന്ന് പറഞ്ഞ് ഞാൻ ക്ലിക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? താഴെ ഗോ എന്ന് കാണുന്നുണ്ടോ? താഴെ എന്റെ മൗസ് പോകുന്ന കാണാവോ? താഴെ അവിടെ ഗോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഗോയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എറർ ആണല്ലോ. നോ ഡാറ്റാബേസ് സെലക്റ്റഡ്. ഓക്കെ, ഞാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാതെയാണ് ഇത് ചെയ്തത്. അതിന്റെ എററാണ്. അപ്പൊ ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ക്രിയേറ്റ് ഡാറ്റാബേസ്. ഞാൻ സ്റ്റുഡ് എന്ന് വല്ലതും കൊടുക്കുവാണ്.
ഡാറ്റാബേസ് സ്റ്റുഡ് എക്സിസ്റ്റ് എന്നാണോ? സ്റ്റുഡ് 1. ക്രിയേറ്റ് ആയി, കണ്ടോ? മുമ്പത്തതും വന്നായിരുന്നു, ഞാൻ ഇവിടെ ഈ ലെഫ്റ്റില് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇവിടെ സ്റ്റുഡ് 1 ഇവിടെ ക്രിയേറ്റ് ആയി, കണ്ടോ? കാണുന്നുണ്ടോ? അപ്പൊ ഞാന് ആദ്യമേ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പില് വീണ്ടും നമ്മൾ ഈ SQL എടുത്തിട്ട് മുമ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് എന്നുള്ളത്, അത് നമ്മൾ അഗെയിൻ ഗോ കൊടുത്തു കഴിയുമ്പോൾ വേറെയാണല്ലോ. ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാനില്ല. ഈ സ്റ്റുഡ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇത് അതിന്റെ SQL എടുക്കാനായിട്ട്. അങ്ങനെയാണല്ലോ കൊടുത്ത്. ഇപ്പൊ റണ്ണായി, കണ്ടോ? കാണുന്നുണ്ടോ? അപ്പൊ ഞാന് സ്റ്റുഡന്റിനകത്ത് അതായത് കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കോളംസ് ക്രിയേറ്റ് ആയി, റോൾ നമ്പറും അതുപോലെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടെ ഈ സ്ട്രക്ചറെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുണ്ടോ സ്റ്റുഡന്റ്, ഇവിടെ നിങ്ങൾ ബ്രൗസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ? റോൾ നമ്പറും സ്റ്റുഡന്റ് നെയിമും. ക്ലിയർ ആണോ? ഇനി ഇത്രയും പോരാ, ഇനി ഇതിനകത്തേക്ക് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം, വേണ്ടേ? അപ്പൊ അതിന് നമ്മൾ വീണ്ടും SQL ഇത് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ഇൻസേർട്ട് ഇൻടു, നമ്മുടെ ടേബിളിന്റെ നെയിം സ്റ്റുഡന്റ് എന്നല്ലേ, സ്റ്റുഡന്റ് വാല്യൂസ്, റോൾ നമ്പറും ഇതുമല്ലേ. റോൾ നമ്പർ ഞാനിപ്പോ ചുമ്മാ 101 എന്ന് കൊടുത്തു, കോമ ഞാന് അനുന്ന് കൊടുക്കുവാണ്. എന്നിട്ട് ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാല് ആദ്യത്തെ വാല്യൂ ഇൻസേർട്ട് ആയി. ഇനി ഞാൻ വീണ്ടും SQL എടുത്തിട്ട് ഞാനിവിടെ എന്തോ ഞാൻ കോപ്പി ചെയ്യുക ചെയ്യുന്നത്, സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക ചെയ്യുന്നത്. Ctrl+C Ctrl+V. ഇതിപ്പോ ഞാൻ അത് എഡിറ്റ് ചെയ്ത് 102 ബിനു എന്നാക്കി ഗോ കൊടുത്തു. ഇനിയിപ്പോ നമ്മള് ഇത് ബ്രൗസ് ചെയ്ത് നോക്കിയാല് ഇവിടെ കണ്ടോ, റോൾ നമ്പറിന്റെ താഴെ 101 102 എന്ന് കാണാം, നെയിമിന്റെ താഴെ അനുന്നും ബിനുന്നും കാണാം. കാണുന്നുണ്ടോ? അങ്ങനെ എത്ര എണ്ണം വേണേലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കമാൻഡ് കാണിക്കാമല്ലോ. സ്റ്റുഡന്റ് എന്നുള്ള നെയിം അല്ലേ, ക്ലാസ് നെയിം അല്ലേ? ടേബിളിലെ നെയിം. ഈ വേറെ വണ്ണം ഇട്ടിരിക്കുന്നതോ? അല്ല, ഇത് ഇല്ല. ഞാൻ മുമ്പേ കൊടുത്ത കമാൻഡ് ഇങ്ങനെയാണ്: ഇൻസേർട്ട് ഇൻടു സ്റ്റുഡന്റ് വാല്യൂസ്
വാല്യൂ എത്രയാണോ അത് കൊടുക്കുന്നു. എഴുതി കഴിഞ്ഞാ? ആ ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ, അതായത് ഇതെന്താന്ന് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അതായത് DDL കമാൻഡ്സ്, അത് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് കാണിച്ചു തന്നെ ഇപ്പൊ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് പഴയ ടേബിളിൽ നിന്ന് ഇതുപോലെ പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല്, അത് ക്ലോസ് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ജസ്റ്റ് സാമ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, എന്നിട്ട് നെക്സ്റ്റ് 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 അടിച്ച് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അന്നേരം സാമ്പിന്റെ കൺട്രോൾ പാനല് അപ്പ് ചെയ്യണമെന്ന് നമ്മളോട് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒരു കൺട്രോൾ പാനൽ വരും. കൺട്രോൾ പാനലില് അപ്പാഷയും MySQL-ഉം ഇവിടെ ഇതുപോലെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബട്ടൺ ആയിരിക്കും കിടക്കുക. ഇതിപ്പോ ഞാനിത് സ്റ്റോപ്പ് ചെയ്താല് ഇങ്ങനെ കിടക്കും, ഉണ്ടോ? ഇനിഷ്യലി വരുമ്പോ ഇങ്ങനെ ആയിരിക്കും കിടക്കുക. ഇതിനകത്തുനിന്ന് അപ്പാഷയും സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ MySQL-ഉം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ജസ്റ്റ് എന്താ നെറ്റ്സ്റ്റാറ്റ്, അത് സോറി നെറ്റ്സ്റ്റാറ്റ് അല്ല, ഇവിടെ അഡ്മിൻ എന്ന് പറഞ്ഞുണ്ടോ, അതാ ഇവിടെ MySQL, ഈ അഡ്മിനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതാ ഇതുപോലെ വെബ് ബ്രൗസറിൽ അത് ഓപ്പൺ ആയിട്ട് വരും, കണ്ടോ? ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ബ്രൗസർ അത്ര അപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ബ്രൗസർ എടുത്തിട്ട് localhost/php myadmin ടൈപ്പ് ചെയ്താലും മതി. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തന്നെ ചെയ്ത് പഠിക്കാതെ എന്തായാലും നിങ്ങൾ ലാബൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ. നൗ എനിക്ക് പുതിയൊരു കോളം വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ, ആഡ് ജെൻഡർ. ഇപ്പൊ ടേബിൾ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ടേബിൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിലേക്ക് ഇവർ വേറൊരു ഫീൽഡ് ആഡ് ചെയ്തു, ജെൻഡർ എന്നും പറഞ്ഞുകൊണ്ട്. നമുക്ക് ചെയ്യാവുന്നതാണ്, നോക്കട്ടെ. ഓൾട്ടർ ടേബിൾ, നമ്മുടേത് സ്റ്റുഡന്റ് അല്ലേ?
സ്റ്റുഡന്റ് ആഡ് എങ്ങനെയായിരുന്നു? ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലൂടെ ഇവിടെ വന്നു കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജെൻഡറിന്റെ അകത്ത് എങ്ങനെയാ വാല്യൂ കൊടുക്കുന്നത്? ഒന്നുകിൽ നമുക്കിതാ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും കണ്ടോ റോൾ നമ്പർ, അതിന് എനിക്ക് ഇതുപോലെ ഇവിടെ വാല്യൂ കൊടുക്കാം. നെയിം, ജെൻഡർ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗോ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ കമാൻഡ് എഴുതി കൊടുക്കാം. നമുക്ക് ഓൾറെഡി റോൾ നമ്പറും നെയിമും ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ കൂടെ ഞാനിപ്പോ അഡീഷണൽ ആയിട്ട് ഇത് ചെയ്തതാണ് ജെൻഡർ എന്നുള്ളത്. ബ്രാക്കറ്റ് 1 എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ കൗണ്ട് അല്ലേ, നമ്മൾ എത്ര ലെറ്റർ കൊടുക്കാന്നുള്ളതിന്റെ അല്ലേ? അതെ അതെ. ഇതെന്ന് പറയുന്നത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. നമുക്ക് SQL കമാൻഡ് കാണാതെ എഴുതാം ഇവിടെ. അതല്ലാതെ എനിക്ക് ഇവിടെ ഈ മേളിൽ കാണുന്നുണ്ടോ ഇൻസേർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ ജസ്റ്റ് വേറൊരു പുതിയൊരു വാല്യൂ കൊടുക്കാം. 103 എന്ന് കൊടുത്തു. ഞാന് ഇനിയിപ്പോ ഞാൻ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാല് ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഞാൻ വാല്യൂസ് കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ട് അത് രണ്ടും നള്ളായി പോയി. മനസ്സിലായോ? ആദ്യത്തെ അത് നള്ളാണ്. രണ്ടാമത് ഇപ്പൊ ഇൻസേർട്ട് ചെയ്തത് എം എന്ന് പറഞ്ഞ വാല്യൂ ആണ് വന്നേക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ? 103 എന്ന് പറഞ്ഞ കൊടുത്ത് ബ്രാക്കറ്റിൽ 3 കൊടുത്തിട്ടില്ലേ? ഇതാണോ? ഇന്റെ 3 എന്ന് കൊടുത്തിട്ടില്ലേ? ഇവിടെ. അപ്പൊ ഒരു 100-ന് അപ്പം 3 ഡിജിറ്റ് കൂടുതലുള്ള ഒരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുവോ? നോക്കാലോ. എറർ ആണ്ടോ? ക്ലിയർ ആണ് അത്രയും? ശരി. വാർച്ചാർന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? 15. ഹലോ, ഒരു സെക്കൻഡ്.
എന്നാടാ കൊച്ചെ ചോദിച്ചേ? ഈ വാർക്കാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഒരു ആർക്കെയാർ എവിടെയാ? നെയിം സ്റ്റുഡന്റ് നെയിമിന്റെ അവിടെ അപ്പൊ ബ്രാക്കറ്റില് 15 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? ആ അപ്പൊ 15 ക്യാരക്ടർ ആണോ അതോ 15 ലെറ്റർ ആണോ? 15 ലെറ്റർ ഉദ്ദേശിക്കുന്നത് എന്താ? 15 ക്യാരക്ടേഴ്സ് ഉദ്ദേശിക്കുമ്പം അനു എന്നാണെങ്കിൽ ANU അനു. അപ്പൊ അത് 3 ലെറ്റർ ആയില്ലേ? 3 ലെറ്റർ. ആ അതല്ലേ അത് തന്നെയല്ലേ ക്യാരക്ടർ? ഡിജിറ്റ് ആണോ ഒരു വാക്ക് വെച്ചാണോ അതിന്റെ അകത്ത് കൗണ്ട് ചെയ്യുന്നത്? 15 വേർഡ്സ് അല്ല, 15 വേർഡ്സ് അല്ല, 15 ക്യാരക്ടേഴ്സ് ആണ്. നോക്കാം. ഞാനിപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 മനസ്സിലായി? ഓക്കെ. ഈ മറ്റു രണ്ടുപേരും ഒന്നും സംസാരിക്കില്ലാത്തവരാണോ? മാഹിൻ, മണി മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ അറിയാവുന്നവരാണോ? Okay. Anyway, I'm moving forward. Okay, ജിബിൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പോട്ടെ അടുത്ത ടോപ്പിക്കിലേക്ക്. എനിക്ക് ഇപ്പൊ നമ്മൾ ആഡ് കോളം ചെയ്തതുപോലെ തന്നെ ഐ ക്യാൻ ഡിലീറ്റ്. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ളതിന്റെ ഡാറ്റ ടൈപ്പ് മാറ്റാം, മോഡിഫൈ ചെയ്യാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കമാൻഡ് ഡ്രോപ്പ് എന്നുള്ളതാണ്. ഡ്രോപ്പ് എന്നുള്ള കമാൻഡ് ആണ്. മോഡിഫൈ ചെയ്യാനായിട്ട് മോഡിഫൈ എന്നുള്ളതാണ് നമ്മുടെ കമാൻഡ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ടു ഡിലീറ്റ് എ കോളം ഇൻ എ ടേബിൾ സിൻടാക്സ് ഇങ്ങനെ ആയിരിക്കും. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം, കോളം നെയിം. കസ്റ്റമർ എന്നാണ് എന്റെ ടേബിളിന്റെ നെയിമെങ്കിൽ എനിക്ക് ബർത്ത് ഡേറ്റ് എന്ന് പറയുന്ന കോളമാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ എന്താ ചെയ്യണ്ടേ? ഓൾട്ടർ ടേബിൾ കസ്റ്റമർ, ഡ്രോപ്പ് കോളം, ബർത്ത് ഡേറ്റ്. To change the data type of a column in a table, നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? മോഡിഫൈ എന്നുള്ള ടേം ആണ് അല്ലെങ്കിൽ കീവേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഓൾട്ടർ ടേബിൾ കസ്റ്റമർ, മോഡിഫൈ, അഡ്രസ്. അതിന്റെ ക്യാരക്ടേഴ്സ് ഞാൻ ഇൻക്രീസ് ചെയ്യുവാണ്, 100 ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ. ഇത് ക്ലിയർ ആണോ? ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് ഒരു കോളംനെ എനിക്ക് റീനെയിം ചെയ്യാം. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, റീനെയിം, കോളം, കോളം നെയിം, പുതിയ നെയിം എന്താന്ന് വെച്ചാൽ. ഇപ്പോൾ ഓൾട്ടർ ടേബിൾ കസ്റ്റമർ, റീനെയിം കോളം, അഡ്രസ് ടു ADDR. അപ്പം നേരത്തെ നെയിം അതിനെ ഞാൻ ADDR എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യുകയാണ്. ഓക്കെ. ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള കമാൻഡ് സെൻട്രലാണോ വരുന്നത്? എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇതിനകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്യണമെങ്കിൽ അത് മെൻഷൻ ചെയ്യുന്ന സെൻട്രലല്ലേ? ഈ ഓൾട്ടർ ടേബിൾ എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതല്ലേ? ഓൾട്ടർ ടേബിൾ കീവേഡ്സ് ആണ്.
കസ്റ്റമർ എന്നുള്ളതാണ് നമ്മുടെ ടേബിളിലെ നെയിം. മോഡിഫൈ എന്നുള്ളത് കീവേഡ് ആണ്. അഡ്രസ് എന്നുള്ള നേരത്തെ അതിനകത്തുള്ള ഒരിതാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്ത് കാണിക്കാം. alter table student ജനറൽ എന്നുള്ളത് ഒരു വേരിയബിൾ ആണോ, ക്യാരക്ടർ ആയിട്ടാണോ മെൻഷൻ ചെയ്യുന്നത്? അതോ ഞാനത് അതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മള് ജെൻഡറിന് എന്നായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്? ക്യാരക്ടർ ആയിരുന്നു കൊടുത്തിരുന്നേ. വാക്യാണെന്ന് തോന്നുന്നു. ഞാൻ അതിനെ അതിന്റെ സൈസ് ചുമ്മാ നോക്കാം. ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം, മോഡിഫൈ ചെയ്യുന്നത്. പക്ഷെ നെയിം മാറ്റാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നെയിം മാറ്റാൻ ഞാൻ ആദ്യം നോക്കിയേ. ഡാറ്റ ടൈപ്പ് ഇപ്പം വാർക്യാർ 1 എന്നുള്ളത് ഞാനിപ്പോ 10 ആക്കി. ഓക്കെ, ഇവിടെ അത് മാറി കണ്ട. നമുക്ക് വേണേ ഡ്രോപ്പ് ചെയ്യാം. കണക്ഷൻ പോയാ
എററാണല്ലോ എന്താണെന്നറിയില്ല. എന്താണ് എറർ അടിച്ചേക്കുന്നു? ഓക്കെ, എന്നാ അറിയോ, ഇത് സ്റ്റോപ്പ് ആയിപ്പോയത്. നിങ്ങൾക്കാണേലും ഇങ്ങനെ എറർ അടിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഇത് സ്റ്റോപ്പ് ആയി പോകുമ്പോഴാട്ടോ. നമ്മൾ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ? ഓൾട്ടർ ആയിരുന്നു അല്ലേ? നമുക്കൊരു കോളം ഡ്രോപ്പ് ചെയ്ത് നോക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ഡ്രോപ്പ് കോളം ജെൻഡർ കൊടുക്കാം അല്ലേ? വാല്യൂ ഉള്ളതുകൊണ്ട് എറർ അടിക്കാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടോ അവിടെ അത് പോയത് കണ്ടോ? ഹലോ, പോയോ? ആരും പോയോ? പോയില്ല. ഓൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ഡ്രോപ്പ് കോളം ജെൻഡർ. ഇപ്പൊ ജെൻഡർ എന്ന് പറയുന്ന ആ ഫീൽഡ് അവിടെ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യുക അല്ലെ ഡിലീറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. ആ ജെൻഡർ പോയോ നിങ്ങൾ ചെക്ക് ചെയ്യും? ജെൻഡർ പോയോന്നുള്ളത് നോക്കണത് ഇവിടെ ഈ സൈഡ് കാണുന്നില്ലേ? ഇവിടെ റോൾ നമ്പറും സ്റ്റുഡന്റ് നെയിം മാത്രമേ കാണുന്നുള്ളൂ. നോക്കിക്കേ. അല്ലെങ്കിൽ ജസ്റ്റ് ബ്രൗസ് ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പൊ 2 ഇതേ ഉള്ളൂ, കണ്ടോ? ഇതെങ്ങനെയാ മെസ്സേജ് എടുത്തത്? എന്തോ ബ്രൗസ് ചെയ്യുന്ന ഓപ്ഷൻ എങ്ങനെയാ എടുത്തത്? ഇവിടെ മേളിൽ കിടക്കുന്നുണ്ടോ? ബ്രൗസ് സ്ട്രക്ചർ ഉണ്ട്. ദെൻ SQL മോഡ് എടുക്കുമ്പോഴാണ് SQL എടുക്കുന്നത് ഇതുപോലെ. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ ഞാന്. നമുക്ക് ഇതുപോലെ റീനെയിം ചെയ്യാം. ആൾട്ടർ ടേബിൾ നെയിം, അതിൽ ഏതെങ്കിലും ഒരു കോളത്തിന് എനിക്ക് വേറൊരു നെയിമിലേക്ക് റീനെയിം ചെയ്യാം. അതിനാണ് റീനെയിം എന്നുള്ള കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീനെയിം കോളം അഡ്രസ് ടു ADD. അതുപോലെ നമുക്ക് ടേബിളെ ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇതാണ് ഡ്രോപ്പ് ടേബിൾ നെയിം. ഓക്കെ,
ഡ്രോപ്പ് ചെയ്ത് കാണിക്കണോ? സ്റ്റുഡന്റ് എന്നുള്ളത് പോയി. നമുക്ക് അതുപോലെ തന്നെ എനിക്ക് ഡാറ്റാബേസ് ഡ്രോപ്പ് ചെയ്യാം. ഡാറ്റാബേസ് ഡ്രോപ്പ് ഡാറ്റാബേസ് സ്റ്റുഡന്റ് കൊടുക്കണ്ടത്, അതുകൊണ്ടാട്ടോ. ഡ്രോപ്പ് ഡാറ്റാബേസ് സ്റ്റുഡന്റ് ഗോ കൊടുത്താല് സ്റ്റുഡ് ഇവിടുന്ന് പോയി ഉണ്ടോ? അടുത്ത സ്റ്റുഡ് 1 എന്നുള്ളത് നമ്മൾ കളയാ ഇതുപോലെ തന്നെ. പിന്നെ എറർ അടിച്ചല്ലോ. ഡ്രോപ്പ് ഡാറ്റാബേസ് സ്റ്റുഡ് 1 എന്ന് കൊടുത്തിട്ട് ഗോ കൊടുത്താൽ മതി. അത് ഇവിടുന്ന് പോയി ഉണ്ടോ? നമുക്ക് ഡാറ്റാബേസ് ഡ്രോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ടേബിൾസും നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ടേബിളാ ഡ്രോപ്പ് ചെയ്തത്. ടേബിള് ഡ്രോപ്പ് ചെയ്യാതെ ടേബിളിലെ ഡാറ്റ മാത്രം കളയണമെങ്കിൽ നമുക്ക് ട്രങ്കേറ്റ് ടേബിൾ ടേബിൾ നെയിം കൊടുത്താൽ മതി. ഇഫ് വി വാണ്ട് to delete the data only inside the table and not the table itself, then we can use the truncate table command. Truncate table table name. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ അവിടെ കാണും. ഇത് എന്താ പറയാ, നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ക്ലിയർ ആവും. ക്ലിയർ ആണോ? അടുത്തത് റീനെയിം ആണ്. റീനെയിം എന്ന് പറഞ്ഞാൽ the SQL rename command is used to change the name of the table. Rename old table to new table name. Rename customer to cust. അങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ഈ SQL DSE എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് രണ്ട് യൂസർ ഉള്ളത്. ഒന്ന് നമ്മൾ ടേബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ അത് ഡിസ്ക്രൈബ് എന്നും, ഇനി സെലക്ടിന്റെ കൂടെ ആണെങ്കിൽ അത് ഡിസെൻഡിങ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് എന്നുള്ള ഇതാണ്. ഡിസ്ക്രൈബ് എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്ക്രൈബ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാല് ഡിസ്ക്രൈബ് ടേബിൾ നെയിം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് എന്ന് തന്നെ കൊടുക്കാം. DSE അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്ന് കൊടുക്കാം. അതിന്റെ അതുപോലെ ടേബിൾ നെയിമും ഇതുപോലെ കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ടേബിളിന്റെ സ്ട്രക്ചർ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ടേബിൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എന്നാ ചെയ്യാം? പുതിയ ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. സ്റ്റുഡ് ക്രിയേറ്റ് ചെയ്തു.
ടേബിളിന്റെ നെയിം ഞാൻ സ്റ്റുഡന്റ് എന്ന് കൊടുത്തു. നമുക്ക് കോളംസ് ഞാൻ 3 എന്ന് കൊടുത്തു. ഇങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നെയിം, ആദ്യത്തെ കോളത്തിന്റെ നെയിം ഞാൻ റോൾ നമ്പർ, അതിന്റെ ടൈപ്പ് ഇവിടെ ഇന്റ് എന്നാ കിടക്കുന്നത്. ഇന്റ് വേണേ കൊടുക്കാം. ഇവിടെ കണ്ടോ കുറെ ഡാറ്റ ടൈപ്സ് കിടക്കുന്നതുണ്ടോ? വാർക്യാർ, ടെക്സ്റ്റ്, ന്യൂമറിക് കണ്ടോ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിപ്പോ ഇന്റാ കൊടുത്തേ. ഇനി അതുപോലെ തന്നെ നെയിം കൊടുക്കാം. അതുപോലെ തന്നെ മുമ്പേ കൊടുത്ത പോലെ തന്നെ ജെൻഡർ. ഞാൻ നെയിമിന്റെ അവിടെ മാത്രം ഞാൻ വാർക്യാർ കൊടുത്തു. അതിന്റെ ഞാൻ 10 അല്ലെ ഒരു 15 കൊടുത്തു. ഇതിന് ലെങ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം 3 കൊടുക്കുവാണ്. ഇവിടെ ഞാൻ 1 കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ വാർക്യാർ തന്നെ മതിയായിരിക്കും. ഇനിയിപ്പം ഇവിടെ നമുക്ക് പ്രൈമറി കീ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നൾ ഇൻഡെക്സിന്റെ അവിടെ പ്രൈമറി എന്ന് കൊടുത്താല് പ്രൈമറി കീ കൊടുക്കാം. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വേണം ഇതിന്റെ SQL ഇതുപോലെ എടുത്ത് നോക്കിയാൽ അത് ഇതുപോലെ വേണം. ക്രിയേറ്റ് ടേബിൾ, സ്റ്റുഡന്റ്, റോൾ നമ്പർ, നോട്ട് നൾ, നെയിം, ജെൻഡർ, അതുപോലെ തന്നെ റോൾ നമ്പർ ആണ് എന്റെ പ്രൈമറി കീ. ഞാനിത് സേവ് ചെയ്താൽ എനിക്ക് അവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോൾ നമ്പർ, നെയിം, ജെൻഡർ മാത്രമുള്ള ടേബിൾ ക്രിയേറ്റ് ആയി. ഇനി ഞാനിവിടെ ഇതിന്റെ SQLനകത്ത് ഡിസ്ക്രൈബ് സ്റ്റുഡന്റ് എന്ന് കൊടുത്താല് കണ്ടോ സ്റ്റുഡന്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് വന്നേക്കുന്ന കണ്ടോ? ഇത്രയും ക്ലിയർ ആണല്ലേ? ഇനി നമുക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് SQL ക്വറീസ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടായിരുന്നു ഡിസ്ക്രൈബ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്രൗസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇവിടെ കണ്ടോ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. സ്റ്റാർ എന്ന് വെച്ചാൽ ഓൾ എന്നാണ് അതിന്റെ മീനിങ്. അതായത് സ്റ്റുഡന്റിലെ എല്ലാം ലിസ്റ്റ് ചെയ്യാന്ന് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഫ്രം, വേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങളുണ്ട്. അപ്പം സെലക്ട് ഫ്രം കണ്ടോ? So the basic structure of an SQL query consists of 3 clauses: select, from, where. The query takes as its input the relations listed in the from clause, operates on them as specified in the where and select clauses, and then produces a relation as the result. സെലക്ട് ക്ലോസിനകത്ത് ഇതുപോലെ ഇത് കണ്ടോ, സെലക്ട് കോളം നെയിംസ് ഫ്രം ടേബിൾ നെയിം അല്ലെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഓക്കെ, ഞാൻ ഇവിടെ നമുക്ക് റോൾ നമ്പർ, ജെൻഡർ അല്ലേ ഉള്ളത്, ഇതിനകത്ത് വാല്യൂസ് ഇല്ലല്ലേ? വാല്യൂസും കൂടി ഇടട്ടെ.
ഇവിടെ ഞാൻ വാല്യൂ തെറ്റിച്ചപ്പോ അവിടെ ഇത് എറർ കാണിച്ച കണ്ടോ? ഇനിയിപ്പോ നമ്മള് ബ്രൗസ് ചെയ്താല് വാല്യൂസ് വന്നില്ലേ? കണ്ടോ വാല്യൂസ് കണ്ടോ? സെലക്ട് സ്റ്റാർ ഫ്രോം സ്റ്റുഡന്റ് കൊടുത്താലും ഇതുപോലെ ആയിരിക്കും വരുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? റോൾ നമ്പർ 102 ഉള്ളത് ലിസ്റ്റ് ചെയ്യാനാണ് ഞാൻ കൊടുത്തത്, ക്വറി കൊടുത്തത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഇസ് ഈക്വൽ ടു 102. ഇനി ഞാൻ ഇത് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുവാണ്. സെലക്ട് നെയിം ഫ്രോം സ്റ്റുഡന്റ്. ഉണ്ടോ? നെയിം മാത്രം ലിസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഹലോ, അപ്പം അതാണ് സെലക്ട് കോളം നെയിംസ് ഫ്രം ടേബിൾ നെയിമും സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിമും. ഇനി ഫ്രം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് റിലേഷൻസ് ടു ബി ആക്സസ്ഡ് ഇൻ ദി ഇവാലുവേഷൻ ഓഫ് ദ ക്വറി. സെലക്ട് കോളം നെയിംസ് ഫ്രം ടേബിൾ നെയിം, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഓക്കെ. ഇനി വേർ ക്ലോസ് ഉണ്ട്. വേർ കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കോളം നെയിമും ഒരു ഓപ്പറേറ്റർ വാല്യൂവും കൊടുക്കുക. അതാ ഞാൻ മുമ്പേ ചെയ്ത് കാണിച്ച്. വേർ റോൾ നമ്പർ ഇസ് ഈക്വൽ ടു 102, നെയിം ഇസ് ഈക്വൽ ടു അനു, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. So where clause is a predicate involving attributes of the relation in the from clause, and it is used to extract only those records that fulfill a specified criterion. ഇനി നമുക്ക് queries on single relation ഉണ്ട്. നമുക്കിപ്പം ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ എനിക്ക് ഒരേ പേരുള്ള 2-3 വാല്യൂസ് ഉണ്ടെന്ന് വെക്കുക. ഇപ്പൊ ഞാൻ അതിനകത്ത് വാല്യൂസ് ഞാൻ 106 ഞാൻ വീണ്ടും അന്നു കൊടുത്തു. ജെൻഡർ ഫീമെയില്. എഗെയിൻ 107 എഗെയിൻ അന്നു കൊടുത്തു, അത് ഫീമെയില്. ഗോ കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മള് സ്ട്രക്ചർ അല്ല, സോറി, ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതായത് 107 വരെ നമുക്ക് വാല്യൂസ് ഉണ്ട്. അതിനകത്ത് 3 അല്ലേ? ഇതെനിക്ക് ഡിസ്റ്റിങ്ക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ്. ഏതാണ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് നോക്കണ്ടേ? നെയിം ഫ്രം സ്റ്റുഡന്റ്. ഇപ്പൊ കണ്ടോ, അന്നു എന്നുള്ളത് 3 പ്രാവശ്യം വന്നിട്ടില്ല. കണ്ടോ?
അനു, അന്നു ഉണ്ടോ? മനസ്സിലായോ? ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ എല്ലാം റിമൂവ് ചെയ്തിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. So if we want to eliminate duplicates, we insert the keyword distinct after select. So distinct keyword is used with the select statement to eliminate all the duplicate records after and fetching only unique records. Select distinct column 1, column 2, etc. up to column n from table name where condition. So now distinct salary from table. നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ID, name, department name, salary into 1.1 from instructor. Select name from instructor where department name is equal to computer science and salary greater than 70,000. ഓക്കെ, ഇങ്ങനത്തെ പല ഇത് വേണം നമുക്ക് കൊടുക്കാം. ക്ലിയർ ആണോ ഇത്രയും? ഇതാണോ? ഇതാണോ? ഓക്കെ, എന്തോ കേട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ queries on multiple relations. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഒറ്റ ടേബിളിലാണ് കളിച്ചത് അല്ലെ? നമുക്ക് ഒന്നിൽ കൂടുതൽ ടേബിളുകളിൽ നിന്ന് ഐ ക്യാൻ ആക്സസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ 2-3 ടേബിളിലെ ഇൻഫർമേഷൻ എനിക്ക് റിട്രീവ് ചെയ്യാം. ഓക്കെ, so queries often need to access information from multiple relations. Example, select name instructor.department name building from instructor comma department where instructor.department name is equal to department name. നമുക്ക് ഇവിടെ 2 റിലേഷൻസ് അല്ലെങ്കിൽ 2 ടേബിൾസ് ആണുള്ളത്, ഒന്ന് ഇൻസ്ട്രക്ടറും ഒന്ന് ഡിപ്പാർട്ട്മെന്റും. അപ്പം രണ്ടിടത്തെയും ഡിപ്പാർട്ട്മെന്റ് നെയിം സെയിം ആകുന്ന റെക്കോർഡ്സിന്റെ നെയിമും ഇൻസ്ട്രക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റ് നെയിമും ഏത് ബിൽഡിംഗ് ആണെന്നുള്ളതും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, the naming convention requires that the relations that are present in the from clause have distinct names. The from clause by itself is a Cartesian product of the relation. ഞാൻ തീരുവോ ഇന്ന്? ഇല്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എടുക്കാം. മറ്റേത് ഇപ്പൊ തീരെയല്ല, കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. ഓക്കെ, സ്കിപ്പ് ചെയ്യട്ടെ ഇങ്ങോട്ട്. ഇനിയിപ്പോ 20 മിനിറ്റ്സ് അല്ലേ ഉള്ളത്, അപ്പം എങ്ങും അല്ലാത്തടത്തായിപ്പോ, അതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ നേരത്തെ നിർത്തിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മടുത്തോ എല്ലാരും? നാളെ കഴിഞ്ഞും ഉണ്ട്. ഇത് ചെയ്ത് തീരണ്ടേ? തിയറി പോർഷൻ പിന്നെ ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ഈ ലാബിന്റെ പോർഷൻ ഇത് നിങ്ങക്ക് തന്നെ ചെയ്ത് നോക്കണ്ടേ? ലാബിന്റെ ക്ലാസ് ഉള്ളതല്ലേ? ഇത് അത്യാവശ്യം ഉണ്ട്, നാളത്തേക്കൊക്കെ ആണെങ്കിൽ ഉണ്ട്. ഞാൻ വേണേ ഒരു 5-10 മിനിറ്റ് കൂടി ഞാൻ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഇനിയിപ്പോ ഇതും കൂടെ പറഞ്ഞാൽ വട്ടാവും, അതുകൊണ്ടാണ് ഞാൻ വേറൊരു ടോപ്പിക്കിലേക്ക് മാറിയത്. നമുക്ക് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ, നമുക്ക് എല്ലാം ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉള്ളവരാ അല്ലെ? അതിനകത്ത് ഞാൻ എന്റെ സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു, എനിക്ക് അതിന്റെ ഒരു ടോട്ടൽ അതിന്റെ മേളിൽ വരുന്നുണ്ട് അല്ലേ? ഇല്ലേ? ഹലോ പോയോ?
അപ്പം എത്ര പേരുണ്ട് അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ ഇതിനും ഓരോ പോസ്റ്റിനും എത്ര ഇമോജീസ് വന്നിട്ടുണ്ട്, ഒരു കൗണ്ട് എനിക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ? അപ്പം അത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ റിസൾട്ട് ആണ് നമ്മൾ ആ കാണുന്നതൊക്കെ. ഇപ്പൊ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റയിലാണേലും അല്ലെ യൂട്യൂബിലൊക്കെ എത്ര പേര് വ്യൂ ചെയ്തു, ഓരോ പല കൗണ്ടുകളുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ ഒരു റിസൾട്ട് ആണ് ആക്ച്വലി അത്. അപ്പം നമുക്ക് ആവറേജ് ഉണ്ട്, മിനിമം, മാക്സിമം, സം, കൗണ്ട്. ഓക്കെ, കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോസിന്റെ കൗണ്ട് ആണ്. സം എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന കോളം ഏതാണോ അല്ലെങ്കിൽ ഏത് ഫീൽഡാണോ അതിന്റെ സം ആയിരിക്കും. അതിലെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, ആവറേജ് അതെല്ലാം ആയിരിക്കും അത് കൗണ്ട് ചെയ്യുന്നത്. അപ്പം സെലക്ട് കൗണ്ട് ഫ്രം ടാബ് 1 അല്ലെങ്കിൽ ടാബ് 1 എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് അതിന്റെ കൗണ്ട് ആയിരിക്കും അത് തരുന്നത്. ഇതിന്റെ കേസിൽ ഞാൻ ചുമ്മാ ഇത് പൊട്ടത്തരമാണെങ്കിലും ഞാൻ ഇതിന്റെ സം ഒന്ന് കാണിച്ചു തരാം. അതായത് റോൾ നമ്പറിന്റെ സം അല്ലെ, ലോജിക്കലി നമ്മൾ അത് തെറ്റാണ് അങ്ങനെ, എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യണ്ടേ, പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണം, മാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് അല്ലെ. ഞാനൊരു കാര്യം ചെയ്യാം, സെലക്ട് കൗണ്ട് ഫ്രം സ്റ്റുഡന്റ് അല്ലേ. അവിടെ എന്താ പറ്റി? കണ്ടോ, കൗണ്ട് 6 കാണിച്ചിരിക്കുന്നുണ്ടോ ഇവിടെ? അപ്പൊ ഞാൻ ആദ്യമേ അവിടെ സ്പേസ് ഇട്ടത് കൊണ്ടാണ് അതിവിടെ എറർ കാണിച്ചത്. അപ്പം എത്ര എണ്ണ ശരിക്കും അവിടെ ഉള്ള? സോറി, ബ്രൗസ് 6 റെക്കോർഡ്സ് അല്ലേ ഉള്ളേ? 6 എണ്ണ ഉള്ളേ. അതാണ് അവിടെ ഞാൻ ഇത് റൺ ചെയ്തപ്പോ അവിടെ 6 എന്നാണ് കൗണ്ട് കാണിച്ചത് അല്ലേ. അപ്പൊ നമുക്ക് അതുപോലെ കൗണ്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കമാൻഡ് നോക്കാം, വേർ നെയിം ഇസ് ഈക്വൽ ടു അന്നു. നമുക്ക് 3-4 എണ്ണം ഇല്ലായിരുന്നോ? സെലക്ട് കൗണ്ട് ഫ്രം സ്റ്റുഡന്റ് വേർ നെയിം is equal to അന്നു. ഉണ്ടോ? അന്നുവിന്റെ കൗണ്ട് എത്രയാ? 3 എണ്ണാണ് അല്ലെ. അതേസമയം ഞാൻ ഇത് ഒന്ന് സ്ലൈറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യാണ്. അനുന്ന് കൊടുക്കുകയാണ്. അനുന്ന് കൊടുത്താൽ 1 അല്ലേ വരുവുള്ളോ? ഒരു അനുവല്ലേ ഉണ്ടായിരുന്നുള്ളോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പോയോ? ഓക്കെ, ഇനി അതുപോലെ തന്നെ മാക്സിമം ഫങ്ഷൻ. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ആളെ കണ്ടുപിടിക്കണം, അല്ലെ ഏറ്റവും കൂടുതൽ ഏജ് ഉള്ള ആളെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെലക്ട് മാക്സിമം ഓഫ് ഏതാണോ ഫീൽഡ്, അല്ലെങ്കിൽ മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സെലക്ട് മിനിമം ഓഫ് ആ ഫീൽഡ്. ഓക്കെ, ദെൻ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് ഓഫ് ഫീൽഡ്. സാലറിയുടെ ആവറേജ് ആണെങ്കിൽ അങ്ങനെ, ഏജിന്റെ ആവറേജ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇപ്പൊ എനിക്ക് അതിനൊന്നും ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇങ്ങനെ കൊടുക്കാം, നെയിം കോമ സം ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക് ഗ്രൂപ്പ് ബൈ നെയിം എന്ന് വെച്ചാല് എന്താ, നെയിം ആദ്യം ഡിസ്പ്ലേ ചെയ്യും, സം ഓഫ് ഡെപ്പോസിറ്റ്, അത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന്റെ സമ്മ് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് നെയിമിന്റെ ബേസിലായിരിക്കും അവര് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ
ഡെപ്പോസിറ്റ് ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട്, അപ്പൊ അതിന്റെ മീനിങ് എന്താ, ആ ആളുടെ, അതായത് ഇപ്പം ആ ആള് പല പ്രാവശ്യമായിരിക്കും അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെ. അപ്പം ആ ആള് എത്ര പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അത്ര എമൗണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഓരോ ആൾക്കാരുടെയും ഡെപ്പോസിറ്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങളുടെ ലാബ് മാനുവൽ ഒന്ന് എടുത്ത് നോക്കണേ. ഇപ്പൊ ഇന്ന് പഠിപ്പിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒത്തിരി പ്രോബ്ലംസ് അതിനകത്ത് കാണും. പറ്റുമെങ്കിൽ നാളെ അതൊന്ന് നോക്കിയിട്ടിരിക്കാമെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളെല്ലാം വർക്കിംഗ് ആണോ, ജോലിയൊക്കെ ചെയ്യുന്നവരാണോ? SQL does not allow the use of distinct with count star. It is legal to use distinct with max and min even though the result does not change. ഇനി അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉണ്ട്. ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡാറ്റാനെ ഗ്രൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. മുമ്പത്തേതിനകത്ത് ഞാൻ ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്താന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം സെലക്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം, ID, ആവറേജ് ഓഫ് സാലറി ഫ്രോം ഇൻസ്ട്രക്ടർ, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നെയിം. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇത് ആവറേജ് സാലറി അവര് കാൽക്കുലേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ്. ഇതുണ്ടോ, ID, നെയിം, ഏജ്, അഡ്രസ്, സാലറി, ഇത്രയും ഫീൽഡുകളാ ഉള്ളത്. നമുക്ക് ഓരോ ആൾക്കാരുടെയും ടോട്ടൽ സാലറി, ഓക്കെ, to know the total amount of salary on each customer, group by query would be as follows: name, comma, sum of salary from customer, group by name. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, കൗശിക് 2 പ്രാവശ്യമുണ്ട്, രമേശ് 2 പ്രാവശ്യമുണ്ട്. അപ്പം രമേശിൻ്റെത് ഈ 2000 1500 കൂട്ടിയിട്ട് 3500 ആയിരിക്കും വരിക അല്ലെ. അതുപോലെ കൗശികിന്റെ 8500 ആയിരിക്കും വരിക അല്ലെ. വേറെ ഉണ്ടോ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നവര്? ഇല്ല, ബാക്കി എല്ലാവരും ഓരോരുത്തരേ ഉള്ളൂ. റിസൾട്ട് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. കൗശിക് 8500, രമേശ് 3500. ക്ലിയർ ആണോ? ഇവിടെ സം ഓഫ് സാലറി എന്നും കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി അതുപോലെ തന്നെ ഹാവിങ് ക്ലോസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു കണ്ടീഷൻ കൊടുക്കാം. ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 42,000 ഉള്ളത് ഇതുപോലെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത് കേട്ടോ. ഗ്രൂപ്പ് ബൈ, ഹാവിങ്, വേറെ, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. നെസ്റ്റഡ് ക്വറീസ് നാളെ എടുക്കാം. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്തത് ജോയിനും നെസ്റ്റഡ് ക്വറി ഒക്കെ പറഞ്ഞാൽ ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. നാളത്തെ ക്ലാസ്സും കൂടെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ബാക്കി നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. ഇതും അറിയാവുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഈ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. എന്നാ പിന്നെ നിർത്താം. ഓക്കെ, താങ്ക് യു. Okay, thank you. Good night.